സൗമ്യ സാന്നിധ്യമായിരുന്ന ആ ചെറുപുഞ്ചിരി 2009 ഓഗസ്റ്റ് 1 വിട പറഞ്ഞത്. വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകാതെ മാനവിക സൗഹാർദ്ദത്തിനായി നിലകൊണ്ട വ്യക്തി എന്നാണ് ശിഹാബ് തങ്ങളെ കാലം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഹൃദയത്തിൽ എന്നും മുറിപ്പാടായി നിൽക്കുന്ന ബാബറി മസ്ജിദ് ധ്വംസന സമയത്ത് ആത്മസംയമനം പാലിക്കാൻ അണികളെ ആഹ്വാനം ചെയ്തതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് എടുത്തു പറയാൻ. പ്രശസ്ത വാഗ്മി ബഷീർ ഫൈസി ദേശമംഗലം ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം ഇവിടെ പങ്കുവയ്ക്കാം. ഒരു നാൾ പാണക്കാട്ട് തറവാട്ടിൽ ഒരു തർക്കമെത്തി. ഒരു ഗ്രാമത്തിലെ പള്ളിക്ക് മുകളിലേക്ക് അയൽവാസിയായ ഹിന്ദുവിന്റെ വീട്ടിലെ തെങ്ങ് ചരിഞ്ഞു നിൽക്കുന്നു. കൂടെ കൂടെ തേങ്ങ വീണ് പള്ളിയുടെ ഓട് പൊട്ടൽ പതിവായി. മുസ്ലിങ്ങൾ അവരോട് പരാതിപ്പെട്ടു ആ തെങ്ങ് മുറിക്കാൻ. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. മുറിച്ചില്ലെങ്കിൽ തങ്ങൾ മുറിക്കുമെന്ന് മുസ്ലിം ക്ഷുഭിത യൗവനങ്ങൾ. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് മറുപക്ഷത്തെ യുവാക്കൾ. ഒരു സാമുദായിക കലാപത്തിന് അഗ്നി പകരാൻ അത് മതിയായിരുന്നു. കാരണം വിവേകത്തിനപ്പുറം കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കാനാണല്ലോ ചിലർക്കെങ്കിലും ഇഷ്ടം. പക്ഷേ നന്മയുള്ളവർ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും. രണ്ടു പക്ഷത്തെയും വിവേകശാലികൾ പറഞ്ഞു, നമുക്ക് പാണക്കാട്ടേക്ക് പോകാം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടേക്ക് തിരിച്ചു. കൊടപ്പനയ്ക്കൽ തറവാടിന്റെ പൂമുഖത്ത് ചെറുപുഞ്ചിരിയുമായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. രണ്ടു കൂട്ടരോടും പരാതി ചോദിച്ചു. പള്ളിക്കമ്മിറ്റിക്കാർ പറഞ്ഞു, തങ്ങളെ തേങ്ങ വീണ് ഓടുമാറ്റി ഒരുപാട് പൈസ പോയി. ഇവർ തെങ്ങ് മുറിക്കുന്നില്ല, ഇനി ഞങ്ങളത് മുറിക്കും. ശിഹാബ് തങ്ങളുടെ മുഖത്ത് സ്വതസിദ്ധമായ ആ പുഞ്ചിരി മാത്രം. ഹിന്ദു പ്രതിനിധികളോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ പറയാനുള്ളത്? തങ്ങളെ ഇപ്പോഴത് സമുദായം ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനിയത് മുറിക്കാൻ പറ്റില്ല. രണ്ടു ഭാഗവും കേട്ട ശിഹാബ് തങ്ങൾ മൗനത്തിലാണ്ടു. ചിന്തയിൽ നിന്നുണർന്ന തങ്ങൾ പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ കയ്യിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ സംഭാവനയാണ്. പള്ളി പൊളിക്കണം, എന്നിട്ട് കോൺക്രീറ്റ് ആക്കണം. പിന്നെ തേങ്ങ വീണ് ഓട് പൊട്ടുന്ന പ്രശ്നമില്ലല്ലോ. വേഗം പണി തുടങ്ങിക്കോളൂ, അതൊക്കെ നടന്നോളും. തെങ്ങിന്റെ ഉടമസ്ഥനായ ഹിന്ദു ചെറുപ്പക്കാരനും കൊടുത്തു കുറച്ച് നോട്ടുകൾ. കയ്യിൽ വെച്ചോളൂ, വിഷമിക്കേണ്ട. പരസ്പരം പകയുമായി വന്നവർ പുഞ്ചിരിയോടെ മടങ്ങി. ആ ഹിന്ദു സഹോദരൻ വീട്ടിൽ തിരിച്ചെത്തി. അവന്റെ അമ്മ മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്ന് ചോദിച്ചു, എന്തായി? പാണക്കാട്ട് തങ്ങൾ എന്തു പറഞ്ഞു? മകൻ മിണ്ടുന്നില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു. അവൻ വിതുമ്പിക്കൊണ്ട് ശിഹാബ് തങ്ങൾ കൊടുത്ത പൈസ എടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി. അമ്മേ, ഇത് തങ്ങൾ തന്നതാ. ഐശ്വര്യത്തിന് വച്ചോളാൻ പറഞ്ഞു. തെങ്ങ് മുറിക്കണ്ട എന്നാ തങ്ങൾ പറഞ്ഞത്. പള്ളി പൊളിക്കാൻ പറഞ്ഞു, കോൺക്രീറ്റ് ആക്കാൻ. ആ വാക്കുകൾ കേട്ട് അമ്മ നടുങ്ങി. പിന്നീട് ആ അമ്മ ഇപ്രകാരം പറഞ്ഞു, വണ്ടി തിരിക്കൂ, എനിക്കിപ്പോ പോകണം പാണക്കാട്ടേക്ക്. എനിക്ക് കാണണം പാണക്കാട്ട് തങ്ങളെ. കുടപ്പനയ്ക്കിലെത്തിയ വാഹനത്തിൽ നിന്നും ഇറങ്ങി ആ അമ്മ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, തെങ്ങ് നാളെ മുറിക്കാം തങ്ങളെ, അതിനുവേണ്ടി പള്ളി പൊളിക്കേണ്ട. ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഇപ്പോ രാത്രിയായില്ലേ, നാളെ മുറിക്കാം തങ്ങളെ. ആ അമ്മ നിന്ന് കരയുകയാണ്. ശിഹാബ് തങ്ങൾ മുറ്റത്തേക്കിറങ്ങി. ഏങ്ങലടിച്ച് കരയുന്ന ആ ഹിന്ദു സ്ത്രീയോട് പറഞ്ഞു, കരയല്ലേ പെങ്ങളെ, തെങ്ങ് മുറിക്കേണ്ട. തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. പള്ളി അവർ കോൺക്രീറ്റ് ആക്കട്ടെ, അപ്പോ തേങ്ങ വീണാലും കുഴപ്പമില്ലല്ലോ. ഒടുവിൽ മതവൈര്യം മറന്നവർ സ്വസ്ഥമായി വീടുകളിലേക്ക് മടങ്ങി. ബൈജു ഭാസ്കർ, ഏഷ്യാനെറ്റ് റേഡിയോ, ദുബായ്.